ഒരു സിനിമാ ഗാനത്തെക്കുറിച്ച്, ആ സിനിമാ ഗാനത്തിൻ്റെ ഭാഷയെക്കുറിച്ച്, ആ സിനിമാ ഗാനം ഉണ്ടായി വന്ന സാമൂഹിക ചുറ്റുപാടിനെ കുറിച്ച് ഒക്കെ വിശദമായി സംസാരിക്കേണ്ടത്. ഇന്ന് ഈ പാഠഭാഗത്തിൽ നമ്മൾ പറയുന്നത് ജനപ്രിയ സിനിമ എന്തുകൊണ്ട് ആളുകൾക്ക് ജനപ്രിയമാകുന്നു എന്നതിനെ കുറിച്ചുള്ള ചില ആലോചനകൾ, സമൂഹത്തിൽ എങ്ങനെ സിനിമ ഇടപെടുന്നു എന്നതിനെ കുറിച്ചുള്ള കുറച്ച് ചിന്തകളൊക്കെ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഒരു ലേഖനമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകൾ മാത്രം നിങ്ങളോട് ഈ ക്ലാസ്സിൽ പങ്കുവെക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സിനിമയും സമൂഹവും എന്നുള്ള ലേഖനം എഴുതിയത് മലയാളത്തിലെ പ്രശസ്തനായ സിനിമാ നിരൂപകനും മാധ്യമപ്രവർത്തകനും ഒക്കെ ആയിട്ടുള്ള OK ജോണിയാണ്. സിനിമ നമുക്കറിയാം സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. അപ്പോൾ നമ്മുടെ ഭക്ഷണ രീതിയെ, നമ്മുടെ വസ്ത്രധാരണ രീതിയെ, നമ്മുടെ ഹെയർ സ്റ്റൈലിനെ, അങ്ങനെ എല്ലാറ്റിനെയും, നമ്മുടെ അഭിരുചികളെ മൊത്തത്തിൽ സ്വാധീനിക്കുന്ന, നിർണയിക്കുന്ന ഒന്നായി സിനിമ മാറിയിട്ടുണ്ട്. നമ്മൾ അറിഞ്ഞും അറിയാതെയും സിനിമയിലെ പല കാര്യങ്ങളും അതിൻ്റെ ഭാഗവാക്കാകുന്നുണ്ട്. ഇപ്പോൾ ഓരോ സിനിമ ഇറങ്ങുമ്പോഴും അതിൻ്റെ പേരിൽ ഇറങ്ങുന്ന വസ്ത്രങ്ങളായിട്ടും, ആ സിനിമയിലെ ജനപ്രിയ നായകന്റെ നമ്മുടെ ഹെയർ സ്റ്റൈലുമായി ബന്ധപ്പെട്ടും ഒക്കെ നമുക്ക് ധാരാളം സ്വാധീനം അതിൽ നിന്നൊക്കെ പ്രകടമാണ്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അത്തരത്തിലുണ്ടാകാം. ഏതായാലും സിനിമ എന്നുള്ളത് പുതിയ കാലത്ത് സമൂഹത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒന്നാണ് എന്നുള്ളതിൽ നിങ്ങൾക്കോ എനിക്കോ സംശയമില്ല. എന്തുകൊണ്ടാണ് അങ്ങനെയൊരു സ്വാധീനം സിനിമ എന്ന കലാരൂപത്തിൽ ഉണ്ടാകുന്നത് എന്നാണ് നമ്മൾ ഇതിലൂടെ ആലോചിക്കാൻ പോകുന്നത്. ഇതിനകത്ത് OK ജോണി ആദ്യം പറയുന്നൊരു കാര്യം, ജനപ്രിയ സിനിമ എന്നുള്ളത് ഉത്തമമായ ഒരു കലാസൃഷ്ടിയാണെന്ന് അതിൻ്റെ നിർമ്മാതാക്കൾ പോലും പറയില്ല. അവ ജനങ്ങളെ ഉത്ഭുതരാക്കുന്ന കലാസൃഷ്ടിയേ അല്ല, അത് നമ്മുടെ വിശ്രമവേളകളെ ഉല്ലാസഭരിതമാക്കുന്ന വിനോദ വിഭവങ്ങൾ മാത്രമാണ്. നോക്കൂ, അതിനകത്ത് ആദ്യത്തെ കാര്യം ജനപ്രിയ സിനിമ. അപ്പം അങ്ങനെ ഒരു സിനിമയുണ്ട്. നമ്മൾ ഇപ്പോൾ മലയാളത്തിൽ പുതിയൊരു സിനിമാ സംസ്കാരത്തിന്റെ ഭാഗമായി കലാമൂല്യമുള്ള സിനിമകൾ വാണിജ്യ സിനിമകളായിട്ട് തന്നെ വരാറുണ്ട്. പക്ഷെ കുറച്ചു മുമ്പുള്ള സിനിമ നോക്കൂ, നമ്മൾ പറയും കൊമേഴ്ഷ്യൽ ഫിലിം, മറ്റൊന്ന് അവാർഡ് ഫിലിം എന്ന് പറയും. അവാർഡിന് വേണ്ടി മാത്രം നിർമ്മിക്കപ്പെടുന്ന സിനിമകൾ എന്നുള്ളത് നമ്മുടെ സമൂഹത്തിലെ മുഴുവൻ ആളുകളെയും അഭിമുഖീകരിക്കുന്ന സിനിമ ആയിരിക്കില്ല. അത് കുറച്ച് ഭൗതികമായി ഉയർന്നു നിൽക്കുന്ന ബുദ്ധിജീവികളെ അല്ലെങ്കിൽ സിനിമാസ്വാദകരെ ലക്ഷ്യം വെച്ച് നിർമ്മിക്കുന്ന സിനിമകളായിരിക്കും. അതിന് അത് ചിലപ്പോൾ തമാശ ഉണ്ടാവില്ല, ചിലപ്പോൾ സ്റ്റണ്ട് ഉണ്ടാവില്ല, ചിലപ്പോൾ പാട്ടുകൾ ഉണ്ടാവില്ല, ഇതൊന്നും ഉണ്ടാവില്ല. അപ്പം ആ സിനിമകളെ ഒരു സാധാരണ സിനിമാ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അതൊരു അരോചകമായ കാഴ്ചയാവുകയും ആ സിനിമയെ നമ്മൾ അവാർഡ് സിനിമകൾ എന്ന് വിളിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള അവാർഡ് സിനിമകൾക്ക് അപ്പുറത്ത് വേറൊരു സിനിമ ഉണ്ടായിരുന്നു. അതാണ് ജനപ്രിയ സിനിമ, ആളുകൾക്ക് വല്ലാതെ ഇഷ്ടപ്പെടുന്ന സിനിമ. അത് ഒരു ഉത്തമമായ കലാസൃഷ്ടിയാണ്, അതിന്റെ നിർമ്മാതാക്കൾ പോലും പറയില്ല എന്ന് പറഞ്ഞാണ് OK ജോണി ഈ ലേഖനം തുടങ്ങുന്നത്. ഏതൊരു പ്രൊഡക്റ്റും തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റ് ഏറ്റവും മുന്തിയതാണ് എന്ന് പറയാനാണ് ഒരു പ്രൊഡ്യൂസർ എപ്പോഴും ശ്രമിക്കുക. പക്ഷേ ജനപ്രിയ സിനിമയുടെ നിർമ്മാതാക്കൾ ഒരിക്കലും അത് പറയില്ല എന്നാണ് OK ജോണി മുന്നോട്ട് വെക്കുന്ന വാദം. അത് ഒരിക്കലും ജനങ്ങളെ ഉത്ഭുതരാകുന്ന ഒരു കലാസൃഷ്ടിയല്ല, മറിച്ച് ആളുകളുടെ വിശ്രമവേളകളെ ഉല്ലാസഭരിതമാക്കുക എന്ന ലക്ഷ്യം മാത്രമേ ആ സിനിമകൾക്കുള്ളൂ. ഈ കമ്പോളത്തിന് വേണ്ടി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കേവലമായ വിനോദ സിനിമകൾ ജീവിത യാഥാർത്ഥ്യത്തിൽ നിന്നുള്ള പലായനമാണ് ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നത്. അത് വളരെ പ്രധാനമാണ്. ജീവിതത്തിന്റെ യാഥാർത്ഥ്യമായ വശങ്ങളിൽ നിന്ന് ഒരു പലായനം, ഒരു യാത്ര പലപ്പോഴും ഇത്തരത്തിലുള്ള കൊമേഴ്ഷ്യൽ സിനിമകൾ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പക്ഷേ അപ്പോൾ ഒരു പ്രശ്നം, കലയുടെ ഉന്നത മൂല്യങ്ങൾ ഈ ജനപ്രിയ സിനിമകൾ അന്വേഷിക്കേണ്ടതില്ല എന്ന തെറ്റിദ്ധാരണയിലേക്ക് ഈ കാര്യം പലരെയും നയിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ പറ്റില്ല. എന്തുകൊണ്ട്
നമ്മുടെ സമൂഹത്തിലെ ഭൂരിപക്ഷം പ്രേക്ഷകർക്കും ഇത്തരത്തിലുള്ള സിനിമകൾ ആസ്വാദ്യകരമായി തീരുന്നു എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തോട് നമ്മൾ അഡ്രസ് ചെയ്യാതെ പോയിട്ട് കാര്യമില്ല. എന്താണ് അതിന് കാരണം? ഉത്തമ സിനിമ അല്ലെങ്കിൽ ജനപ്രിയ സിനിമ വിനിമയം ചെയ്യുന്ന അർത്ഥതലങ്ങൾ തിരിച്ചറിയണം. ആ സിനിമ പ്രവർത്തിക്കുന്ന സമൂഹത്തെ കുറിച്ച് കൂടി നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ, കുക്കിച്ചോടി പറയുന്ന ആദ്യത്തെ കാര്യം, എന്തുകൊണ്ട് ജനപ്രിയ സിനിമ നമ്മുടെ സമൂഹത്തിലെ വലിയൊരു വിഭാഗത്തിന് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിന്റെ ആദ്യത്തെ കാര്യം, നമ്മുടെ ജനപ്രിയ സിനിമ എന്നുള്ളത് സ്വപ്നലോകത്തിന്റെ ഭ്രമാത്മകതയാണ് പൊതുവെ പ്രതിഫലിപ്പിക്കുന്നത്. അതിശയോക്തി കൊണ്ട് വക്രീകരിക്കപ്പെട്ട ഉള്ളടക്കത്തെ പോലും തികച്ചും യാഥാർത്ഥ്യ പ്രതീതി ഉണർത്തും വിധം ചിത്രീകരിക്കാൻ ചലച്ചിത്ര മാധ്യമത്തിന് കഴിയുമെന്നതുകൊണ്ട് മിഥ്യകൾ സിനിമയിൽ യാഥാർത്ഥ്യങ്ങളായി അവതരിപ്പിക്കുന്നു. ഈ മിഥ്യകളാവട്ടെ സിനിമാ നിർമ്മാതാക്കൾ പ്രേക്ഷകരുടെ മേൽ ഏകപക്ഷീയമായി അടിച്ചേൽപ്പിക്കുന്നതല്ല, നിർമ്മാതാക്കൾ കൂടി ഉൾപ്പെടുന്ന പ്രേക്ഷക സമൂഹത്തിന്റെ ഏതൊക്കെയോ ചില മാനസികാവശ്യങ്ങളെ തൃപ്തിപ്പെടുന്നതുകൊണ്ടാണ് അവ ജനങ്ങളുമായി ബന്ധം സ്ഥാപിക്കുന്നത്. നോക്കൂ, സ്വപ്നലോകത്തിന്റെ ഭ്രമാത്മകതയാണ് ജനപ്രിയ സിനിമകൾ പൊതുവെ പ്രതിഫലിപ്പിക്കുന്നത് എന്നാണ് ഒന്നാമത്തെ കാര്യം. എന്താണ് സ്വപ്നലോകം? നമ്മുടെയൊക്കെ മാനസിക ആവശ്യങ്ങളിൽ ഉൾക്കൊള്ളുന്ന ചില കാര്യങ്ങളാണ് ജനപ്രിയ സിനിമയിൽ ഉണ്ടാകുന്നത്. ഇപ്പൊ ജീവിതത്തിലേക്ക് പ്രണയിക്കാൻ പറ്റാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രണയ സിനിമ കാണുമ്പോൾ അയാളുടെ വലിയൊരു സ്വപ്നലോകത്തേക്കാണ് അയാൾ പോകുന്നത്. ഇപ്പൊ നാട്ടിലുള്ള അഴിമതി അല്ലെങ്കിൽ അനീതികളെ മുഴുവൻ എതിർക്കണമെന്ന് വിചാരിക്കുന്ന ഒരാൾ, പക്ഷെ അയാൾക്ക് അതിനൊന്നും എതിർക്കാൻ പറ്റാതെയാകുമ്പോൾ അങ്ങനെ അനീതികൾക്കെതിരെ എതിർക്കുന്ന നായകനുള്ള ഒരു സിനിമ, ഉദാഹരണം തമിഴിലെ വിജയിന്റെ ഒക്കെ സിനിമ കാണുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സ്വപ്നമാണ്. അപ്പൊ അങ്ങനെയുള്ള തങ്ങൾക്കൊരിക്കലും ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്ന് ഉറപ്പില്ലാത്ത ഒരു കാര്യം സിനിമയിൽ കാണുമ്പോൾ അത് ആ പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം ആ പ്രേക്ഷകന് പെട്ടെന്ന് അതിലേക്ക് ഉൾച്ചേരാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ്. പിന്നെയോ രണ്ടാമത്തെ കാര്യം, ഒന്ന് ജനപ്രിയ സിനിമ എന്നുള്ളത് സ്വപ്നലോകത്തിന്റെ ഭ്രമാത്മകത. അതായത് പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ എല്ലാ കാലത്തെയും വലിയ സ്വപ്നമായ ഒന്നിനെ സിനിമയിൽ കാണാൻ വേണ്ടി കഴിയുന്നു എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, മിത്തുകളെ ഈ സിനിമ നന്നായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. നോക്കൂ, നമ്മുടെ ഒക്കെ വിദൂര ഭൂതകാലത്തിലൂടെ ഉണ്ടായി വരുന്ന മനുഷ്യാനുഭവത്തിന്റെ ആവിഷ്കരണമാണല്ലോ മിത്തുകൾ. ഇപ്പൊ നമ്മുടെ തെയ്യം ഒക്കെ ധാരാളം മിത്തുകൾ അല്ലെങ്കിൽ അത്തരം പുരാണ കഥാപാത്രങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. നമുക്കൊക്കെ മിത്തുകൾ, നമ്മുടെ നാട്ടിലൊക്കെ ഇത്തരത്തിലുള്ള ചില പുരാതന കഥാപാത്രങ്ങൾ മിത്തുകൾ ഉണ്ടാകും. ആ മിത്തുകളെയാണ് സിനിമ പലപ്പോഴും വിദഗ്ധമായിട്ട് ഉപയോഗിക്കുക. ഇപ്പൊ നമ്മുടെ തച്ചോളി ഉദയനനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ചന്തുവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വടക്കൻ പാട്ടുകളുമായി കേന്ദ്രീകരിച്ചുള്ള സിനിമകൾ, ആ സിനിമകളെല്ലാം നമ്മുടെ ഒരു ചന്തുവായാലും ഉദയനനായാലും ഉണ്ണിയാർച്ചയായാലും ഒക്കെ നമ്മുടെ മിത്തുകളുമായി ബന്ധപ്പെട്ട ഒരു രൂപകമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ സിനിമകളെ, ആ മിത്തുകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് പെട്ടെന്ന് സ്വീകരിക്കാൻ പറ്റും. അത് മിത്തുകളെ വളരെ സമർത്ഥമായി സമകാലികമാക്കി ഉപയോഗിക്കാൻ ജനപ്രിയ സിനിമകൾക്ക് കഴിയുന്നുണ്ട് എന്നുള്ള ഒരു കാര്യമാണ്. പിന്നീട് ജനപ്രിയ സിനിമകൾ അവലംബിക്കുന്ന നാടോടി കഥാഘടനകളുടെയും ആദിപ്രരൂപങ്ങളുടെയും പ്രത്യക്ഷ സാന്നിധ്യമാണ് പ്രേക്ഷകരെ അവയിലേക്ക് ആകർഷിക്കുന്നത്. ടൈപ്പ് ഇതിവൃത്തങ്ങൾ, വാർപ്പ് മാതൃകളായ കഥാപാത്രങ്ങൾ, സ്ഥിര ശൈലികളിലുള്ള പ്രതിപാദ രീതികൾ എന്നിവയിലുള്ള ജനപ്രിയ സിനിമകൾ മിത്തുകൾ നിർമ്മിക്കുന്നു. ഇതിനൊക്കെ ഒരു വാർപ്പ് മാതൃകളായ കഥാപാത്രങ്ങളും സ്ഥിരമായ ശൈലിയുള്ള പ്രതിപാദ രീതിയും സിനിമയ്ക്ക് ഉണ്ടെന്നുള്ളതാണ്. പുതിയ കാലത്ത് ആഖ്യാനത്തിലൊക്കെ വലിയ മാറ്റം വരുന്ന സിനിമകൾ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ ഏറ്റവും പുതിയ സിനിമകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടല്ല ഈ ലേഖനം കുറച്ച് മുമ്പ് വന്നതാണ്. അത്തരത്തിലുള്ള സിനിമകളെയാണ് നിങ്ങൾ ഇതിൽ ഇത്തരം കാര്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത്. പുതിയ കാലത്ത് ഈ സിനിമകൾക്കൊക്കെ ചെറിയ അല്ലെങ്കിൽ ആഖ്യാനത്തിലൊക്കെ വലിയ മാറ്റങ്ങൾ മലയാള സിനിമകൾക്ക് ഉണ്ടായിട്ടുണ്ട്. നമുക്ക് വേറെ വിഷയമാണ്. ഇതിനകത്ത് ജീവിതത്തിൽ പ്രാപ്യമാകാത്ത സുഖങ്ങളും അമർത്തപ്പെട്ട വാസനകളും മോഹങ്ങളും അയഥാർത്ഥമായി സാക്ഷാത്കരിക്കാൻ സഹായിക്കുന്ന ഈ മിത്തുകളോട് പ്രേക്ഷകർ സ്വാഭാവികമായും താഴ്ന്നു പ്രാപിക്കുന്നു.
ഞാൻ പറഞ്ഞു, നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും നടത്താൻ കഴിയാത്തൊരു കാര്യം. അതിനെ സിനിമയിൽ കാണുമ്പോൾ പ്രേക്ഷകന് പെട്ടെന്ന് അതിനോട് യോജിക്കാൻ വേണ്ടി പറ്റും. താരാരാധനയും സിനിമയെ ചുറ്റിപ്പറ്റിയുള്ള അത്ഭുതം നിറഞ്ഞ അവതാരങ്ങളും എല്ലാം ചേർന്ന് രൂപപ്പെടുന്ന ഈ മിത്തുകൾ യാഥാർത്ഥ്യത്തെ തീർത്തും നിഷ്കാസനം ചെയ്യുന്നില്ല. നോക്കൂ, താരാരാധന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ തമിഴ് സിനിമയെ സംബന്ധിച്ചിടത്തോളം, മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം താരാരാധനയിൽ മിത്തുകൾ ഉണ്ടായിരുന്നു. 5 6 10 എതിരാളികൾ വന്നാലും, പിറകിലൂടെ ആയുധവുമായിട്ട് ഒരു എതിരാളി വന്നാലും തന്റെ നായകന് ആ എതിരാളിയെ നിഷ്പ്രയാസം അടിച്ചു വീഴ്ത്താൻ പറ്റും എന്നുള്ള താരാരാധന ഉണ്ടാകുമ്പോൾ ആ താരാരാധനയിലൂടെ ചില മിത്തുകൾ ഉണ്ടായി വരും. ഇങ്ങനെയൊക്കെയുള്ള മിത്തുകളിലൂടെയാണ് ജനപ്രിയ സിനിമ നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. മറ്റൊന്ന്, നമ്മുടെ ആദ്യത്തെ സിനിമകൾ ഒക്കെ അതിനകത്ത് ജാൻസിക്ക് റാണി, ബൈജു ബാവര തുടങ്ങിയ ആദ്യകാല ഇന്ത്യൻ സിനിമകൾക്ക് ചരിത്രത്തോടെ എന്നതിനേക്കാൾ ഇതിഹാസ കഥകളോടുള്ള അടുപ്പം. അതുകൊണ്ട് ഇന്ത്യയുടെ ആദ്യകാല സിനിമകളെ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു നോക്കിയാണ്. മറ്റൊന്ന്, യാഥാർത്ഥ്യത്തെ പ്രത്യക്ഷമായോ പരോക്ഷമായോ സംശയിക്കുന്ന ജനപ്രിയ സിനിമകളിൽ ജാതി, മതം, രാഷ്ട്രീയം, ഭരണകൂടം, സാമൂഹിക ബന്ധങ്ങൾ, കുടുംബം, ദാമ്പത്യം, സ്ത്രീ, നന്മതിന്മകൾ എന്നിവയെക്കുറിച്ചെല്ലാം നിലവിലുള്ള പൊതുബോധത്തെ പുനരുൽപാദിപ്പിക്കുകയാണ്. നോക്കൂ, ദാമ്പത്യം, സ്ത്രീ, നന്മതിന്മ, അങ്ങനെ സാമൂഹിക ബന്ധം, കുടുംബം, ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള നിലവിലുള്ള പൊതുബോധം എന്താണോ ആ പൊതുബോധത്തെ വീണ്ടും പുനരുൽപാദിപ്പിക്കുകയാണ് ജനപ്രിയ സിനിമ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള പൊതുബോധത്തെ മുറിച്ചു കടക്കാനുള്ള ത്രാണി പലപ്പോഴും ജനപ്രിയ സിനിമ പ്രകടിപ്പിക്കാറില്ല. ഇപ്പൊ ചില സിനിമകളൊക്കെ കുടുംബ സിനിമകൾ എന്ന് പറഞ്ഞിട്ട് തന്നെ വരിക ചെയ്യും. ഇപ്പോൾ കുടുംബം എന്നുള്ളത് വളരെ മോഹിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഏറെ ആദർശവൽക്കരിക്കപ്പെടുന്ന ഒന്നായിട്ട് മാറുന്ന കാലത്ത് ഇത്തരം സിനിമകൾ ആ ധാരണ അരക്കിട്ടുറപ്പിക്കുന്നു. സ്ത്രീകളുമായി ബന്ധപ്പെട്ട് നോക്കൂ, ഇപ്പോഴും മലയാളത്തിൽ സിനിമയിലെ നടി എന്ന് പറയുന്നത് നായകൻ പ്രണയിക്കപ്പെടാനും നായകന് പ്രണയം തോന്നുമ്പോൾ 2 പാട്ടുകളിൽ പോയി ഡാൻസ് ചെയ്യാനും ഒക്കെ മാത്രം കഴിയുന്ന ആളാണ്. പലപ്പോഴും പുതിയ കാലത്തെ 2 3 സ്ത്രീ കേന്ദ്രീകൃത സിനിമകൾ മാറ്റി നിർത്തിയാൽ മലയാള സിനിമ എന്നും പുരുഷ കേന്ദ്രിതമാണ്. അവിടെ സ്ത്രീ എന്നത് നായകന് പ്രണയം തോന്നുമ്പോൾ പ്രണയിക്കാനും പാട്ടുപാടാനും ഒക്കെയുള്ള ഒരു ഉപകരണം മാത്രമാണ്. ഈ ധാരണ നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ ധാരണയെ വീണ്ടും വീണ്ടും പുനരുൽപാദിപ്പിക്കുകയാണ് അവര് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് ജാതിയായാലും മതമെല്ലാം ഒക്കെ വളരെ സമർത്ഥമായി മലയാളത്തിൽ സിനിമയിൽ അത് ഉപയോഗിക്കപ്പെട്ടേക്കൊണ്ടേയിരിക്കുകയാണ്. അത്തരത്തിലുള്ള സവർണ ജാതിയിൽപ്പെട്ട ആളുകൾ വലിയ താരാരാധനാ സ്വഭാവത്തിൽ നമ്മുടെ സിനിമയിൽ പ്രത്യക്ഷപ്പെടുന്നു. ഞാനതിൽ ഓരോ കഥാപാത്രങ്ങളെയും പറയുന്നത് നിങ്ങൾക്ക് അത്തരത്തിലുള്ള ധാരാളം കഥാപാത്രങ്ങൾ അറിയാം. രാഷ്ട്രീയം അത്തരത്തിലുണ്ട്. അപ്പോൾ ഈ സമൂഹത്തിന്റെ വിവിധ വശങ്ങളെ ബന്ധപ്പെടുത്തി അതിലൊന്നും ഒരു വിപ്ലവകരമായ പുരോഗതിക്ക് ഈ ജനപ്രിയ സിനിമകൾ പലപ്പോഴും താല്പര്യം കാണിക്കുന്നില്ല. അവരെന്ത് ചെയ്യുന്നു? സമൂഹത്തിന്റെ ഒരു താല്പര്യം ഇതൊക്കെ ഇങ്ങനെ തുടരണം തന്നെയാണ്, അതുകൊണ്ട് ഞങ്ങളും ഇത് തുടരുന്നു എന്ന രീതിയിൽ അതിനെ വീണ്ടും പുനരുൽപാദിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിൽ പുതിയൊരു രീതി കൊണ്ടുവരാൻ ഈ ജനപ്രിയ സിനിമകൾ ശ്രമിക്കുന്നില്ല. പക്ഷെ അത് അവരുടെ വിജയമാണ്. പക്ഷെ ചിലപ്പോൾ നിലനിൽക്കുന്ന മൂല്യധാരങ്ങളെ ചോദ്യം ചെയ്യാനും സിനിമ സന്നദ്ധമാകാറുണ്ട്. പക്ഷെ അത് ചിലപ്പോഴെല്ലാം മാത്രമാണ് എന്ന് ലേഖനം തുടർന്ന് പറയുന്നുണ്ട്. ഇനി സിനിമയുടെ അവസാന ഭാഗത്ത് നായകന്റെ ഇടപെടലിലൂടെ പ്രതിസന്ധി പരിഹരിച്ച് സന്തുലിതാവസ്ഥ വീണ്ടെടുക്കുന്നതായി ചിത്രീകരിക്കുന്നു. നിലവിലുള്ള മൂല്യങ്ങളെ ധിക്കരിക്കാനുള്ള വൈമനസ്യവും അവയെ മറികടക്കാനുള്ള അബോധവാസനയും ഒരേ സമയം സാക്ഷാത്കരിക്കാൻ ഇത് പ്രേക്ഷകർ അവസരം നൽകുന്നു. ഈ സംഘർഷമാണ് എല്ലാ ജനപ്രിയ സിനിമകളുടെയും നാടകീയതത്തിന്. അത് വളരെ പ്രധാനമാണ്. ഇനി എന്തെങ്കിലും പുതിയ ഒരു മൂല്യത്തെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു പുതിയ മുന്നേറ്റം ഒരു സിനിമയിൽ ഉണ്ടാവുകയാണെങ്കിലും അവസാനം അതിനൊരു ബാലൻസിങ് സ്വഭാവം ഉണ്ടാവും എന്നാണ് ഒക്കേനൂരി പറയുന്നത്. അതായത് അവസാനം എല്ലാ പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ പ്രശ്നങ്ങളെല്ലാം നായകൻ ഒറ്റക്കിറങ്ങി പരിഹരിക്കുകയും അദ്ദേഹം എന്ത് ചെയ്യുകയും ചെയ്യും. അദ്ദേഹം അവസാനം കുടുംബത്തെ ആകെ ഒരു സന്തുലിതാവസ്ഥയാക്കി കാണിക്കുന്ന രംഗത്തോടെയാണ് ഫിലിം ഡയറക്ടഡ് ബൈ എന്നുകൊണ്ട് സംവിധായകന്റെ പേര് എഴുതി കാട്ടുക. അപ്പോൾ സാധാരണ നിലവിലുള്ള മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവർക്കും സന്തോഷമാവും. അതിനിടയ്ക്ക് എന്തെങ്കിലും ഒരു ചെറിയ മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞവർക്കും അതിനകത്ത് നായകൻ ഇടപെട്ടുണ്ടാവും. ആ
ഹിന്ദി ഉൾപ്പെടെയുള്ള എല്ലാ ഇന്ത്യൻ ഭാഷകളിലെയും ജനപ്രിയ സിനിമകളിലെ മുഖ്യ പ്രതിവാദി ഇന്നും കുടുംബമാണ്. നമ്മൾ പറഞ്ഞു, പ്രേക്ഷകരിൽ വേരുറച്ചു പോയ കുടുംബ ദാമ്പത്യ സങ്കല്പങ്ങളെ ഇളക്കുന്നത് വ്യാപാര വിജയത്തിന് വിഘാതമാവുമെന്ന ലളിതമായ തിരിച്ചറിവാണ് ഇത്തരം ഫാമിലി മെലോഡ്രാമകൾ സ്ഥിരം പാറ്റേണിൽ ആവർത്തിക്കപ്പെടാൻ കാരണം. നമുക്ക് നമ്മൾ പറയാറുണ്ട്, കുടുംബ ചിത്രം എന്ന് പറയുന്ന ഒരു വിഭാഗം തന്നെ മലയാള സിനിമയിൽ നടത്തുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു, പുതിയ സിനിമകളെ നമ്മൾ അത്തരത്തിൽ പറയരുത്. പുതിയ സിനിമകൾ തീർച്ചയായിട്ടും മലയാള കുടുംബ ജീവിതം എന്നുള്ളത് അണുകുടുംബങ്ങളിലേക്കും ഫ്ലാറ്റുകളിലേക്കും ഒക്കെ മാറുമ്പോൾ പഴയ നാലുകെട്ടും ആ നാലുകെട്ടിലെ കൂട്ടുകുടുംബ വ്യവസ്ഥയൊക്കെ മലയാള സിനിമയിലും മാറുന്നുണ്ട്. പക്ഷെ ഈ ലേഖനം എഴുതപ്പെടുന്ന കാലത്ത് മലയാള സിനിമയിലെ ഫാമിലി മെലോഡ്രാമകൾ അതേപോലെ നിലനിൽക്കുകയാണ്. അല്ലെങ്കിൽ സമൂഹം ആകെ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ സമൂഹം അംഗീകരിച്ചു പോരുന്ന പരമ്പരാഗതമായ കുടുംബ സങ്കല്പത്തെ അതേപോലെ പ്രകടിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ഒരു സിനിമ വിജയിക്കാൻ നല്ലത് എന്ന ബോധം ഈ ജനപ്രിയ സിനിമയുടെ നിർമ്മാതാക്കൾക്കുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവരത് വീണ്ടും തുടരുന്ന സ്ഥിതിയാണുള്ളത്. നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന മൂലം പലവിധ സഹനങ്ങളും പരാജയങ്ങളും ഏറ്റുവാങ്ങി ഒടുവിൽ അവയെ അതിജീവിക്കുന്ന നായക കഥാപാത്രങ്ങളാണ് ഇത്തരം സിനിമകളിൽ നാം കാണുക. അതാണ് നിങ്ങൾ കുറച്ചു മുമ്പുള്ള മലയാളത്തിലെ സിനിമകളൊക്കെ എടുത്ത് നോക്കിയാൽ ആ കുടുംബത്തിൽ ഒരുപാട് പ്രതിസന്ധി ഉണ്ടാവും, ചതികൾ ഉണ്ടാവും, സ്വത്തിന്റെ തർക്കങ്ങൾ ഉണ്ടാവും. ഇതിനൊക്കെ നായകൻ ഇതിനെല്ലാം അവഗണിച്ച് അതിനൊക്കെ അതിജയിച്ച് നന്മയ്ക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു മനുഷ്യനായിരിക്കും. അയാള് എപ്പോഴും നായകനൊറ്റയ്ക്ക് അവിടെ ഇതൊക്കെ ചെയ്യാം, ബാക്കിയാരുണ്ടാവില്ല. നായകനൊറ്റയ്ക്ക് സഹനം സഹിച്ച് ഓരോന്നിനോടും പടപുരുതി കഷ്ടപ്പെട്ട അവസാനം അയാളെ വിജയിപ്പിച്ച ആ കുടുംബത്തെ ഒന്നാകെ ഒന്നിപ്പിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാവുക. ഈ രീതിയാണ് യഥാർത്ഥത്തിൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമുക്ക് ജീവിതത്തിൽ ആവിഷ്കരിക്കാൻ കഴിയാതെ പോയ മനോഭാവങ്ങളെയും അഭിലാഷങ്ങളെയും എല്ലാം സിനിമയിലൂടെ കാണുമ്പോൾ കാഴ്ചക്കാരന് അത് വലിയ സന്തോഷമാകുന്നു. സിനിമയാണെങ്കിലോ നിലവിലുള്ള മൂല്യങ്ങളെ തൊട്ട് കളിക്കാൻ ഇഷ്ടപ്പെടുന്നേയില്ല. നിലവിലുള്ള മൂല്യങ്ങൾ അതേപടി നിലനിർത്തുന്ന രീതിയിൽ ഒരേ ഫോർമാറ്റിൽ ഒരേ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു. അപ്പോൾ അവർക്ക് നല്ല മികച്ച വാണിജ്യ വിജയം നേടാൻ കഴിയും. ആ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നോക്കേണ്ടത് ജനപ്രിയ സിനിമ ഉത്തമ കലാസൃഷ്ടിയല്ല എന്നുള്ളതുകൊണ്ട് അതിനെ അവഗണിക്കുകയല്ല, എന്തുകൊണ്ട് ആളുകൾക്ക് ഈ സിനിമ ജനപ്രിയമാവുന്നു എന്നതിനെ കുറിച്ച് പഠിക്കുക തന്നെയാണ് വേണ്ടത്. പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്തരം കാര്യങ്ങളാണ്. ഒന്ന്, മനുഷ്യന്റെ സ്വപ്നാവസ്ഥയാണ് ജനപ്രിയ സിനിമയുടെ പലപ്പോഴുള്ള വിഷയം. അപ്പോൾ തീർച്ചയായും നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും നടത്താൻ കഴിയാതെ പോയ കാര്യങ്ങൾ സിനിമയിലൂടെ കാണുമ്പോൾ നമുക്കും സന്തോഷമാകുന്നുണ്ട്. രണ്ട്, മിത്തുകളുടെ ഉപയോഗമാണ്. മിത്തുകൾ പല രീതിയിൽ ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ പരമ്പരാഗതമായി നമ്മൾ കേട്ടുവരുന്ന മിത്തുകളെ സിനിമ വളരെ വിദഗ്ധമായി ഉപയോഗിക്കുന്നുണ്ട്. വടക്കൻ പാട്ടുകൾ ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞു. അങ്ങനെയുള്ള ധാരാളം കഥാപാത്രങ്ങൾ സിനിമയിൽ നമ്മുടെ കായംകുളം കൊച്ചുണ്ണി പോലുള്ള മിത്ത് കഥാപാത്രങ്ങളെല്ലാം സിനിമയിൽ വളരെ സമർത്ഥമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട്. പുതിയ കാലത്ത് താരാരാധനയുമായി ബന്ധപ്പെട്ട് മിത്തുകൾ ഉണ്ടായി വരുന്നുണ്ട്. ആ മിത്തുകളെയും സിനിമ നന്നായി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ സ്ത്രീ, കുടുംബം, രാഷ്ട്രീയം, മതം, ജാതി തുടങ്ങിയിട്ടുള്ള ധാരണകളെല്ലാം സമൂഹത്തിൽ എങ്ങനെയാണോ ആ ധാരണകളുള്ളത്, ആ ധാരണകൾ അതേപടി തുടരാനാണ് സിനിമ പലപ്പോഴും ശ്രമിക്കുക. അതങ്ങനെ തുറന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ കൂടെ കുടുംബം എന്നുള്ള നമ്മുടെ പരമ്പരാഗതമായ കുടുംബ സങ്കല്പത്തെ ഫാമിലി മെലോഡ്രാമ പോലെ വീണ്ടും വീണ്ടും അതേപടി ഒരു ഇളക്കവും തട്ടാത്ത രീതിയിൽ കുടുംബ ബന്ധം കൂട്ടിച്ചേർക്കാൻ വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുന്ന, അതിനുവേണ്ടി കഷ്ടപ്പെടുന്ന നായകൻ, അതിൽ അവസാനം വിജയിക്കുന്ന നായകനെ കേന്ദ്രീകരിച്ച് സിനിമയിൽ ഉണ്ടാക്കുന്നു. ഇത്തരത്തിലുള്ള കുറെ കാര്യങ്ങൾ, അതായത് നിലവിലുള്ള വ്യവസ്ഥ എന്താണോ ആ വ്യവസ്ഥയ്ക്ക് കീഴ്പ്പെട്ടുകൊണ്ട് നിൽക്കുന്ന രീതിയിൽ ഒരു പ്രത്യേക ഫോർമാറ്റിൽ സിനിമ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ജനപ്രിയ സിനിമ ഇപ്പോഴും വലിയ ചർച്ചയായി അല്ലെങ്കിൽ ജനപ്രിയമായി അത് നിൽക്കുന്നത് എന്നാണ് ഒ.കെ. ജോണി ഈ ലേഖനത്തിലൂടെ നിരീക്ഷിക്കുന്നത്. അദ്ദേഹം ഇതിന് ഉദാഹരണമായിട്ട് എടുക്കുന്ന സിനിമകളൊക്കെ നമ്മൾ മനസ്സിലേക്ക് വരുമ്പോഴും പുതിയ കാലത്തെ സിനിമകൾ നിങ്ങൾ ആ രീതിയിൽ എടുക്കരുത്. മലയാളത്തിൽ പുതിയ കാലത്തെ സിനിമകൾ ധാരാളം മാറ്റങ്ങൾ ആഖ്യാനത്തിലായാലും അതിന്റെ വിഷയത്തിലായാലും ഉള്ളടക്കത്തിലായാലും ഭാഷയിലായാലും സിനിമയുടെ സെറ്റിലായാലും
അതിൻ്റെ ജാതിയിലും മതത്തിലും എല്ലാം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതില്ലാതിരുന്ന ഒരു 5 വർഷം മുമ്പ് വരെയുള്ള മലയാള സിനിമയാണ് നമ്മളിതിന് വിഷയമാക്കി എടുക്കേണ്ടത്. അത് നമുക്ക് കുറച്ചും കൂടെ ആക്ടിവിറ്റിയിലൂടെയൊക്കെ നമുക്ക് യഥാർത്ഥ ക്ലാസ്സിൽ എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്കത് അങ്ങനെ ചെയ്യാം. അടുത്ത നമ്മുടെ പാഠം ഒരു സിനിമയുടെ നിരൂപണമാണ്. അതിന് ആ സിനിമ നമുക്ക് കാണേണ്ടതുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ജനപ്രിയ സിനിമ എന്തുകൊണ്ട് ജനപ്രിയമാവുന്നുള്ളത് 3-4 പോയിന്റുകളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ആ പോയിന്റുകൾ ഓർത്തു വെക്കുക. നന്ദി, നമസ്കാരം.